മോർണിംഗ് മോർണിംഗ്. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഗുഡ് മോർണിംഗ് പറയാൻ നാക്ക് പൊങ്ങിയത്. ബാക്കി എല്ലാവരുടെ നാളെ പോയി. എന്തൊരു ബഹളമായത്? ഒറ്റ എണ്ണത്തിന്റെ സൗണ്ട് വെളിയിൽ കേൾക്കരുത്. പരീക്ഷാ പേപ്പറൊക്കെ ഞാൻ നോക്കി. എല്ലാത്തിന്റെ മാർക്ക് വിശേഷമാണ്. പറയുന്ന കേട്ടിട്ട് പേടിയാവുന്നല്ലേ. ശരിയാടാ, ഞാൻ പൊട്ടും ഷുവർ. ദൈവമേ ജയിച്ചാ അറിയടാ, അല്ലെങ്കിൽ ഇപ്പൊ ആ പെണ്ണുമ്പുള്ള തുടങ്ങും എന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് അവർ ഒരുങ്ങി കെട്ടി വരുന്നെന്നും കൂടെ പറയുന്നു. എടാ ഇല്ല, അങ്ങേ അറ്റത്തിരിക്കുന്നവന്റെ തല കിട്ടണ. എടാ 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 പൊന്നടാവേ ഒന്ന് നിർത്തടാ. പരീക്ഷാ പേപ്പർ തരാറായി, ഇനിയെങ്കിലും ആ ബുക്കൊന്ന് നോക്കി വേ. അയ്യോ മതി, നീ നല്ലോണം പഠിച്ചോ. കണ്ടിന്യൂ. തന്തയ്ക്ക് വരെ വിളിച്ച് ഇല്ലേടാ. പോട്ട് നീ ഇങ്ങോട്ട് എവിടെ ഇരിക്കും? എന്തൊരു ബഹളമായത്? എല്ലാരും കൂടി ഇരുന്ന് എന്നെ പ്രാവാന്നോ? ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ചാവാൻ. ടീച്ചറിന് നല്ലത് വരണേന്ന് ഞങ്ങൾ എല്ലാരും കൂടെ പ്രാർത്ഥിക്കുവായിരുന്നു. ആണോ? എന്നാ പോട്ട്. എന്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളല്ലേ, എക്സ്ട്രാ ഡീസന്റ്. അപ്പൊ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. പേപ്പർ പരിപാടി എടി വരുന്നതൊന്നും വഴി തങ്ങല്ലേ. അപ്പൊ നമുക്ക് പേപ്പർ ദാന ചടങ്ങ് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ഭാഗ്യവതി സൗമ്യ. സൗമ്യ ഇങ്ങനെ എണീറ്റ് പാടേ. എന്നെയാടി വിളിച്ചേ? മുടി കെട്ടണോ? വേണ്ട. എന്താ ടീച്ചറെ? സൗമ്യക്ക് എത്ര മാർക്ക് കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, ഒന്ന് പറഞ്ഞേ. അത് പിന്നെ ടീച്ചർ അറിഞ്ഞ് മാർക്ക് തരുമെന്നാ എല്ലാരും പറയുന്നു. നിർത്തണേ. അയ്യോ നാണം കണ്ടില്ലയോ? പെണ്ണ് കാണാൻ ചടങ്ങല്ലേ ഇവിടെ നടക്കുന്നത്. 50-13 മാർക്ക്. വയറ് നിറച്ചുണ്ട് കേട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാവിലെ എത്ര മണിക്കൂർ എടുക്കും തമ്പുരാട്ടി ഒരുങ്ങാൻ? ഇല്ല ടീച്ചറെ, 6 മണിക്ക് തുടങ്ങും, 9:30 തീരും. ആഹാ, അങ്ങനെയാണെങ്കിലേ നാളെ തൊട്ട് ഒരുങ്ങണ്ട. ആ സമയം കൂടെ സൗമ്യ അങ്ങ് പഠിച്ചാ മതി കേട്ടോ. നിന്റെ വീട്ടിൽ ഞാൻ വിളിക്കുന്നുണ്ട്, നോക്കൂ. അയ്യോ വീട്ടിൽ വിളിക്കല്ലേ ടീച്ചറെ, ഞാൻ തൊട്ട് പഠിക്കാം. എന്നാ വേറെ ഇറച്ചോണ്ട് പിടിച്ചോ. സമ്മാനമൊക്കെ ഉണ്ട് കേട്ടാ, എല്ലാവരുടെയും കൊടുത്തു കഴിയട്ടെ. ടീച്ചറെ ഇനി അടുത്തത് സിദ്ധാന്തങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് മഹാന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ പേര് വിളിക്കുമ്പോ വന്ന് പേപ്പർ കൈപ്പറ്റണം കേട്ടോ. അതിന് മുമ്പായിട്ടേ പരീക്ഷ എഴുതാത്ത മഹാന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കണേ. ടീച്ചറെ ഞാൻ എഴുതിയില്ലായിരുന്നു. എന്തൊരു സന്തോഷമൊന്നും കണ്ടില്ലയോ? ചേട്ടൻ മാറിയിരിക്കണേ. എന്താണ് ഒന്ന് എക്സാം എഴുതായിരുന്നു? പരീക്ഷ ഇടന്ന് ഭാഗ്യത്തിൽ. ഇതോടെ പറഞ്ഞേ. അയ്യോ അല്ല ടീച്ചറെ, തെറ്റിപ്പോയി. പരീക്ഷ ഇടന്ന് എന്റെ അപ്പൂപ്പൻ മരിച്ചു. എത്രാമത്തെ വെട്ടവാടാ നീ ആ പാവപ്പെട്ട അപ്പൂപ്പനെ കൊല്ലുന്നത്? അങ്ങനെ മരിച്ച കുഴിയിലെങ്കിലും കിടക്കട്ടടാ. 10ാം ക്ലാസ് ആണെന്നുള്ള വല്ല ബോധവും നിനക്കൊണ്ടോടാ. നിക്കുന്ന നിപ്പ് കണ്ടില്ലയോ? അടുത്ത ആള് സിനി എഴുന്നേറ്റ് പാടേ. കാറ്റിനെ പറ്റി അരപ്പുറം എഴുതാൻ പറഞ്ഞപ്പോ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ? കാറ്റേ നീ വീശരുതിപ്പോ. നാളെ വായിച്ച് എല്ലാരും ഒന്ന് കേക്കട്ടെ. നാളെ ഞാൻ തന്നെ വായിക്കണോ ടീച്ചറെ? നിന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞാ വായിക്കണം. ആണോ ടീച്ചറെ? കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ. നിർത്തണേ. സിനിമാ പാട്ട് പഠിക്കാനാണ് ഇവിടെ വരുന്നത്. അത് മാത്രമല്ല, എഴുതി വെച്ചേക്കുന്ന മൊത്തവും കൊട്ടത്തെറ്റ. തോണി എന്ന് പോലും എഴുതാൻ അറിയത്തില്ല. ഈ കണക്കിന് പോയാലേ ഉണ്ട കിട്ടും, ഉണ്ട. 8 മാർക്ക്, അത് മലയാളം റെക്കോർഡ് മാർക്ക്. എടി ഞാൻ പൊട്ടി. ഈ അടുത്ത ഭാഗ്യവാനാരെന്ന് അറിയണ്ടേ? മുഹമ്മദ് അലി. എണീറ്റ് വന്നേ. അവിടേക്ക് എങ്ങോട്ട് കയറി പോവുക? ടീച്ചർ വിളിച്ച്, അതുകൊണ്ട് വന്നതാ. അയ്യോ, കുസ്തി അതുപോലെ അങ്ങ് പകർത്തി വെച്ചേക്കുക. നീയൊക്കെ എന്തോത്തിനാ പരീക്ഷയ്ക്ക് വരുന്നത്? നീയൊക്കെ കുമാരനാശാന്റെ വീണ പൂവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോ എഴുതി വെച്ചേക്കുന്ന നോക്ക്. കുമാരനാശാനെ ഇത് കണ്ടെങ്കിൽ കണ്ണ് തള്ളിപ്പോയനാന്ത വിട്ട്. ടീച്ചറെ, കുമാരനാശാൻ പൂ പറിക്കാൻ പോയപ്പം അതിൽ നിന്ന് കുറച്ച് പൂവ് തറയിൽ വീണു. ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ പിടിക്ക് ആനമുട്ട. 10ാം ക്ലാസ് ആയതിലൂടെ അക്ഷരമെങ്കിലും വൃത്തിക്ക് നിനക്ക് എഴുതിക്കൂടെ? കൈ കാണിക്കടേ ഇങ്ങോട്ട്. ഒരു കാണിക്കടേ കൈ. കാണിക്കടേ. കൈ നീട്ടടേ. കൈ വലിച്ചാടി. അടി. ടീച്ചറെ പതുക്കെ അടിക്കണേ, പതുക്കെ.
പോവല്ലേ, ഇങ്ങോട്ട് വാ, ബാക്കിയുണ്ട്. ഓ, ഈ നശിച്ച പെണ്ണുപിള്ളേർ കാരണം ഒക്കത്തില്ലല്ലേ. 2 ചോദ്യത്തിന് അയാൾ ആകപ്പാട് ഉത്തരം എഴുതിയിട്ടുള്ളത്. വെള്ളത്തിന്റെ പര്യായം എന്തോ എഴുതി വെച്ചേക്കുന്നത്? ബ്രാൻഡി, ബിയർ. ആരാടെ ഇന്ന് വെള്ളത്തിന്റെ പര്യായം ഇങ്ങനെ പഠിപ്പിച്ചേ? പിന്നെ അടുത്തത് സ്കൂള്, നരകം. സ്കൂൾ എന്നാടേ നിനക്കൊക്കെ നരകമായത്? നിനക്കൊക്കെ നോക്കിയോ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്തോ സ്കൂളിൽ നിന്ന് പല്ല് കഴിക്കുന്നോ? വീട്ടിലൊക്കെ സ്ഥലം കിട്ടിയില്ലേ നിനക്ക്? പോയാലേ മേശിരി പണിക്ക് തന്നെ പോണ്ടി വരും കേട്ടാ. എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യം. പോയില്ലേ അവിടെ? അടുത്ത മിടുക്കൻ ആസിഫ്. എണീറ്റ് പാടെ. ഓ, ഇവർക്ക് ഇത് എന്തുവാ ഇങ്ങോട്ട് കൊണ്ട് തന്നൂടെ? ആസിഫ് എന്തുവാടെ ഒരുങ്ങി അങ്ങ് സിമ്പിളനായിട്ട് കല്യാണത്തിന് പോകാൻ പോകുന്നോ? അല്ല, നിങ്ങളുടെ 16 അടി. നീ എന്തുവാടെ ഇപ്പൊ പറഞ്ഞു? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ്. ടീച്ചറെ, 16 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു കല്യാണമുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ നല്ല ചൂട് ബിരിയാണി. ബിരിയാണിയുടെ കോഴിക്കാലുണ്ടോ? പിന്നെ കല്യാണം ആകുമ്പോ ചിക്കൻ കറി. ചിക്കൻ കാൽ എന്നാടെ 53 മാർക്ക് പിടി. ആ, 3 മാർക്ക് ഉണ്ടായിരുന്നു. ഓ, ഇവനെ അടിച്ച് കമ്പ് ഓടിഞ്ഞല്ലോ. പോയി ലീഡേ അവിടെ. ഇവിടെ ലീഡറെ പോയി സ്റ്റാഫ് റൂമിൽ പോയി ഒരു കമ്പ് എടുത്തോണ്ട് പോണേ. ഓക്കെ ടീച്ചർ. ഓ ടീച്ചർ, ആ കമ്പ് ബ്രോക്കൺ ചെയ്തു. എനിക്ക് എന്തായാലും ഫുള്ള് മാർക്കായിരിക്കും. ഈ കമ്പ് വെച്ച് എല്ലാ എണ്ണത്തിനും പൊട്ടും മോനെ. ഇഴഞ്ഞു വരാതൊന്ന് അനങ്ങി പാടേ. വേണ്ട ടീച്ചർ. ആ, നല്ല 1-ാം തരം കമ്പ. ഇത് വെച്ച് കിട്ടാൻ പോകുന്ന നോയിക്കോണേ ഓരോന്നിന്. അടുത്ത ആള് കിരൺ. കിരൺ എണീറ്റ് പാടേ. ഓ, ഫുള്ളായിരിക്കും. കിരണിന് എത്ര മാർക്കാന്ന് എല്ലാവർക്കും അറിയണ്ടേ? ക്ലാസ് ടോപ്പറാണ് കിരൺ. അപ്പം നമുക്ക് 50-49 മാർക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും മാനം കാത്തു രക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ കിരൺ. നീ എന്തിനാടാ കരയുന്നത്? നിന്നെ ഞാൻ അടിച്ചോ? എന്നാലും എന്റെ 1/2 മാർക്ക് എങ്ങോട്ട് പോയി? എടാ, 1/2 മാർക്കേ ഞാൻ മനഃപൂർവ്വം കുറച്ചതാ. എല്ലാരും കണ്ണുവിടും, അതുകൊണ്ടാ. എന്നാലും എനിക്ക് 1/2 മാർക്ക് കിട്ടിയില്ല. എടാ, അവൻ എന്തിനാടായിരുന്നു കരയുന്നേ? അതോ, അവന്റെ 1/2 മാർക്ക് പോയനെ അവയിരുന്നു മൂക്കള ജീത്തി കരയുന്നു. ഇവിടെ ജയിക്കാനുള്ള വല്ലതും കിട്ടിയാൽ മതിയെന്നുള്ളതായിരുന്നു. അപ്പോഴേ അവന്റെ 1/2 മാർക്ക്. എടാ, അതൊക്കെ ഞാൻ സ്കൂളിൽ വരാതിരിക്കണം. അതാകുമ്പോ ജയമില്ല തോൽവിയില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം. ഒരുത്തം കണ്ട അവിടെ ഒരു ടാങ്ക് വെച്ചെങ്കിൽ 1 ലിറ്റർ കണ്ണുനീരി പിടിക്കായിരുന്നു. എടാ, അത് അത്രയൊക്കെ ഉള്ളു. എന്നെ പോലെ ഇതാക്കി ഞങ്ങൾ ഇങ്ങോട്ടടിയിട്ടോടെ. ടീച്ചർ വിളിക്കുന്നടാ, പോയിട്ട് വരാം. ഞാനേ ഇവിടെ പറഞ്ഞ എന്തെങ്കിലും കേട്ടായിരുന്നോ? ഇതേ ചന്തയല്ല കേട്ടോ ടീച്ചറെ. അവിടെ ഒരു അർജന്റ് കാര്യം സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇത് കേൾക്കാൻ പറ്റി. കേൾക്കാൻ പറ്റാത്തതിനാ. ഇങ്ങോട്ട് നീട്ടടാ കൈ ഇങ്ങോട്ട്. കയ്യോ? അവന്റെ നിഷേധം കണ്ടിട്ട്. കഴിഞ്ഞോ? ഇനി ഞാൻ പോയിരുന്നോട്ടെ? ആ, ഇരിക്കണ്ട. അവിടെ പോയി 1 മണിക്കൂറേ കൈ കെട്ടി നില്ല്. ശരിയാക്കി തരാം. എന്തുവാടാ? എടാ, എന്നെ തലയ്ക്കെറിഞ്ഞ ആ പേപ്പറിഞ്ഞെടുത്തുക. എന്നെ എറിഞ്ഞ ആരാടെ എന്നെ എറിഞ്ഞേ? കറക്റ്റ് എന്നെ കൊണ്ട് ചോദിച്ചു കേട്ടില്ലേ? ആരാ എന്നെ എറിഞ്ഞേ? ഉണ്ടായിരിക്കണേ. ആരെ എറിഞ്ഞെന്നൊക്കെ എനിക്കറിയാം. കിരൺ, 1/2 മാർക്ക് കുറച്ചേനാന്നോടെ നീ എന്നെ എറിഞ്ഞത്? കൊള്ളാം. നോ ടീച്ചർ, ഐ ഡോണ്ട് നോ. ടീച്ചറെ, ഞാൻ കണ്ട ആരെ അറിയുന്നേന്ന്. ആരാ മോനെ? പെട്ടെന്ന് പറ, ബെല്ലടിക്കാറായി. പെട്ടെന്ന് പറ.